ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി. ഇന്ന് ഞാൻ ചക്കയുടെ കുരു വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കായിട്ട് കുറച്ച് കുരു എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്കിട്ട് നമുക്ക് ഒരു വിസിൽ കേൾപ്പിച്ചു കൊടുക്കാം. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഡിസ്റ്റർബ് നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു നാല് വിസിലോളം ഞാൻ കേൾപ്പിച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഈ പുറത്തുള്ള ഈ തോലെല്ലാം എടുത്ത് നല്ല നീറ്റാക്കി എടുക്കട്ടെ. ഈ തോല് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, അതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കട്ടെ. അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ചപ്പാത്തിയുടെ കോല് കൊണ്ടോ ഇടികല്ല് വെച്ചിട്ടോ ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. നല്ലോണം വെന്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. ഒരു സവാളയുടെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള വളരെ നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കട്ടെ. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞിടാം. ചക്കയുടെ കുരു നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണേ ഇട്ട് കൊടുക്കാം. ഗരം മസാല 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ 1 സ്പൂണോ 1.5 സ്പൂണോ ഒക്കെ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ അടച്ചങ്ങ് മാറ്റി വെച്ചേക്കാം. 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവിടെ ഇരിക്കട്ടെ. ഇതിൽ നിന്നും
കുറച്ച് കുറച്ച് പീസ് നമുക്ക് എടുക്കാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഓവൽ ഷേപ്പിൽ വേണമെങ്കിലോ, ഏത് റൗണ്ടാണോ സ്ക്വയർ ടൈപ്പാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പുകൾ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ചെയ്തു വെച്ചിരുന്ന ഓരോ പീസും എടുത്ത് നമ്മൾ ചെയ്തു വെച്ചിരുന്ന മാവിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് എണ്ണയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചക്കയൊക്കെ കിട്ടുന്ന സീസൺ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഇത് നമ്മൾ ലാസ്റ്റ് ഇട്ടതായതുകൊണ്ട് ഒത്തിരി ലേറ്റാവും. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എല്ലാം കോരി മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇത് ആ സൈഡിലായിരുന്നത് കൊണ്ട് ഇത്തിരി വേവുണ്ട് അതിന്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. കണ്ടാൽ പറയൂ നമ്മൾ ചക്കക്കുരു വെച്ചിട്ടാണ് ചെയ്തതെന്ന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.